നമുക്ക് പോളിഷൻ ടെസ്റ്റ് പിന്നെ തുരുമ്പിച്ച ഇത് ബാക്കിയുള്ളതൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. എന്തൊരു മര്യാദയ്ക്ക് 50 ലക്ഷം എടുക്കാൻ. അച്ഛനോടൊക്കെ ചോദിക്കുന്ന പോലെയാണല്ലോ എന്നെ ഏൽപ്പിച്ചിരിക്കണേ. പിന്നെ ഞാൻ ഇവിടെ കിടന്ന് മാടിനെ കണക്ക് പണിയെടുത്തിട്ട് എനിക്ക് 5ന്റെ പൈസ തന്നിട്ടുണ്ട്. മാടിനെ കണക്കാ എങ്ങനെയായിരുന്നു? മറ്റേ ഇങ്ങനെ അലക്കൊക്കെ ചെയ്യുമായിരുന്നോ? ഇങ്ങനെ അലക്കൊക്കെ ചെയ്യുമായിരുന്നോ മാടിനെ പോലെ? ആണല്ലേ? അണ്ണനോട് എങ്ങനെ പറയുമെന്ന് അറിഞ്ഞൂടാ അണ്ണാ. ഇപ്പൊ ശരിയാ. എന്താ അവരൊരു ബിസിനസ് ഡീലിന് വേണ്ടിട്ട് വന്നല്ലേ കൺമണി? അത് അതിന്റെ ഇടയ്ക്ക് എന്തിനാ കൺമണി എന്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടക്കുമ്പോ ഇങ്ങനെ കേറി വരുന്നേ? ഞാൻ നല്ലൊരു ശകുനല്ലേ? നീ ശകുനിയാണ്. എന്റെ കയ്യിൽ ഒരു ചെക്ക് ഇരിപ്പുണ്ടായിരുന്നേ, ബ്ലാങ്ക് ചെക്കാണേ. $50 ലക്ഷം നമ്മൾ തമ്മിലുള്ള ഡീൽസ് ഒക്കെ കഴിഞ്ഞോ? അങ്ങനെ കഴിക്കാൻ പറ്റും നമുക്ക്. ഇനിയല്ലേ നമ്മള് കാണാൻ കിടക്കുന്നത്. ആദ്യം തൽക്കാലത്തേക്ക് ഒരു 50 മതി. ഇന്നത്തെ ഇവിടുത്തെ കേസ് ഞാൻ സെറ്റാക്കി തരാം. പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം 50 ലക്ഷം തരാം. അതെനിക്ക് നല്ല വിശ്വാസമായോണ്ടേ. താമസമാണെങ്കിൽ കുഴപ്പമില്ല മിസ്റ്റർ എക്സ്. എന്താ എനിക്കൊന്നും കിട്ടിയില്ലല്ലോ. എടുക്കട്ടെ പോ. മുടിഞ്ഞു പോണേ. അഡ്വാൻസ് 9,000 അല്ലത് 9,000 ആണ്. ഇനി 49,90,000 രൂപ തന്നാ പോരെ? അത്രേന്റെ കാര്യമല്ലേ ഉള്ളൂ. അതിനാണ് ഈ കിടന്ന് ഇത്ര ഇതാക്കുന്നേ. തന്നില്ലേ 9,000? അണ്ണാ ഈ അവസരത്തിൽ ഇത് പറയാൻ പറ്റുമോ അറിഞ്ഞൂടാ അണ്ണാ. കൺമണി കൺമണി ഇപ്പൊ എന്റെ ഇവിടെ പൈസ ഇല്ല. കണ്ണെടുക്കല്ലേ ആരും കേട്ടാ ഇവിടെ വെള്ളത്തിൽ പോയത് അയാളും ബിസിനസ് ഡീലിങ്ങിന് വന്നേക്കുന്നതാണ്. വെറുതെ നിർത്തി ലാഗ് എടുപ്പിച്ചാലേ പെട്ടെന്നാവട്ടെ. പെട്ടെന്ന് ഒപ്പിടന്നേ പെട്ടെന്ന്. ഒരു സെക്കൻഡ് ഒപ്പിട്ട് തരാം. ആരെങ്കിലും ഇവിടെ പിടിച്ച് വെള്ളത്തിൽ വല്ലതും. അല്ല ഇത് എന്റെ പേന പോക്കറ്റിലുണ്ടായിരുന്നു. പേനക്ക് വേറെ തോക്ക് വന്നു. ഫോൺ നമ്പർ മാറ്റമാണെന്ന് തോന്നുന്നു. ഇവിടെ വേറെയാണെന്ന്. ഇവിടെ വേറെ ഇവിടെ ഫോണില്ല. ഫോൺ എടുത്തില്ലേ? ഫോൺ എടുത്തിട്ടില്ല. അയ്യോ ഈ പ്രശ്നം തൊഴിലേ വന്ന ആളാണ് കാര്യം. 70 വയസ്സുള്ള ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാണ്. ഇതിപ്പോ ഈ അവസരം ഇത് പറയാൻ പറ്റുമോ? 2.5 കിലോ ഇതുമായിട്ടൊരു പയ്യൻ മരിച്ചുപോയി. വീണ് പണിക്കാരൻ ഒന്ന് കേറി വരാമോ? ഇപ്പുറത്ത് വഴിയുണ്ട്. ഇപ്പുറത്ത് വഴിയുണ്ട്. ഇതുവഴി ഇതുവഴി നീ എന്തിനാണ് എന്റെ തോളത്ത് കയറിയേ? വിശമായിട്ട് തോന്നില്ല. 2.5 കിലോ വണ്ടിയായിട്ട് പയ്യൻ മരിച്ചുപോയി. ഏത് പയ്യൻ? അവിടെ നിന്ന് പയ്യൻ 2.5 കിലോ വണ്ടി ഷിപ്പിലോട്ട് മറ്റേ ഇമ്പോർട്ട് ചെയ്യുന്ന കാണിച്ചാണ്. പയ്യൻ വെള്ളത്തിൽ വീണ് മരിച്ചു. എപ്പോഴേ ഒരു ശവം ഇപ്പൊ ജഡം പൊങ്ങുന്ന ഇപ്പൊ ഉടനെ കാണും മിസ്റ്റർ എക്സ്. എടാ ഈ കൺമണി ഒന്ന് ഡീൽ ചെയ്യടാ കണ്ണാപ്പി. ഇതിന്റെ മോളിലെന്താ? ഇതിന്റെ മോളിൽ നോക്കി കഴിഞ്ഞാൽ എന്താ പറഞ്ഞ ആകാശം. ഞാൻ വരുന്നത്. ഓക്കെ ഓക്കെടാ. താങ്ക് യു സോ മച്ച്. അങ്ങോട്ട് പോലെ ബാബു എവിടെ? നിങ്ങൾ ഡെയിലി പറ്റത്തില്ല വീണ്ടും വെള്ളത്തിൽ പോവും.
കൂട്ടുകാരൻ പറഞ്ഞല്ലേ പേടിക്കണ്ട പിയെ കയറാതിരിക്കാൻ വേണ്ടി ഞാൻ ഏണി നിപ്പോണ്ട് അയ്യോ എങ്ങനെ കയറും ഇവിടെ ഉണ്ടല്ലേ അപ്പൊ പോകുമ്പോ പറഞ്ഞല്ലാ അണ്ണാ ഒരു സീനും ഒരു ഇതും കൂടെ ഉണ്ടോ നമ്മളെ ഫ്ലൈറ്റ് കണ്ടില്ലല്ലോ ആ ഇല്ല ഇതാ വരുന്നത് നോക്കി പോണേ അങ്ങനൊന്നും കാണിക്കണ്ട ചുമ്മാ അടിയാ അങ്ങനെ ചടിക്കോ എവിടെ അത്രേ ഉള്ളൂ അതാ കിട്ടിയില്ലേ അണ്ണാ ചാടുന്ന കണ്ടുപിടിച്ചോ ദേ. അടുത്താണ് പോയി ചാടുന്ന കണ്ടുപിടിച്ചോളാം ഒന്ന് മാറിക്കോ അപ്പുറത്തോട്ട് വരണം അങ്ങനല്ല ചാടേണ്ടത് കാര്യം കിട്ടിയില്ലേ അങ്ങനെ ചാടണ്ടേ ഇതൊന്നും അറിയാതെ ഇവന്മാര് എന്തോ പറയാ ഈ മിസ്റ്റർ എവിടെ പോയി മിസ്റ്റർ എക്സ് വെളിയിലോട്ട് വാ പെട്ടെന്ന് പോയെന്ന് ഫോൺ നമ്പർ വന്നിട്ടെ പെട്ടെന്ന് എടാ ആർക്കെങ്കിലും സൈനിടാൻ വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ സൈനേടാ സൈനിടാൻ ബുദ്ധിമുട്ടുണ്ടോ അണ്ണാ ഒരു ചെറിയൊരു പ്രശ്നം കേട്ടോ അവന്റെ മോന്തൊക്കെ ഒരെണ്ണം കൊടുത്തിട്ടേ സൈനിടാൻ പറയാം ഇവിടെ മെഡിക്കൽ ഹെൽത്തിന്റെ ആൾക്കാരെ മറ്റേ എമർജൻസിക്ക് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊന്നും കണ്ടില്ലെന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത പ്രശ്നം മിസ്റ്റർ വെയിറ്റിംഗ് ഇവിടെ അണ്ണത് ഡീലാണ് അപ്പാപ്പാ എവിടെ മിസ്റ്റർ എക്സ് എവിടേക്കുന്നത് പുറത്തേക്ക് നിന്നാ നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പൊ വരും ഞാൻ പറയാറുള്ളതൊക്കെ പറഞ്ഞു നോക്കണം പക്ഷെ നടക്കുന്നില്ല സെറ്റാക്ക അമ്പത്തൂര് ഏൽപ്പിച്ച ഒരാള് പോലും നമ്മുടെ ആർപ്പിക്കാത്ത ഇന്റർവ്യൂ വരാതെ അവരവരുടെ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുക കണ്ട നിങ്ങൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്തില്ല സാധനം വരുന്നുണ്ട് എന്റെ ബിസിനസ് അതെ വരുന്നതാണോ എന്റെ ആളിയോ എന്താ പോയത് അതെന്താ പോയെ അതെന്തത് എന്റെ അതെന്താണോ വന്നത് ഇപ്പൊ? അടകരാണ് കേസ് അത് നമ്മള് അമേരിക്ക ഓസ്ട്രേലിയ പുറത്തേക്കുള്ള എല്ലാ കാഷ്യനട്സും നമ്മള് കൊണ്ടുവന്നത് നമ്മുടേതായിട്ടുള്ളൊരു ഫ്ലൈറ്റിലാണ് സോ ഈ എയർവേസ് അണ്ടർ എത്തിഹാദ് ആണ് ഇത് മാനേജ് ചെയ്യണത് പക്ഷെ ബ്രാൻഡിങ് മാത്രം നമ്മളാണ് അമേരിക്കയിലോട്ടുള്ള അമേരിക്കയിലോട്ട് അമേരിക്കയിലുള്ള ലോഡാണ് ഇപ്പൊ അത് അമേരിക്കയിലുള്ള ലോഡാണ് പക്ഷേ എല്ലാം ഓക്കെ ആണ് വാസു പക്ഷെ ഒരു ചെറിയ കുറച്ച് ഇതാരാണ് ഈ കൺസ്ട്രക്ഷന്റെ ആള് ഈ മീൻസിലേക്ക് ഈ ഫാക്ടറി കൺസ്ട്രക്ഷൻ മിസ്റ്റർ എക്സ് കുറച്ചുകൂടിയും ഞാനൊരു കാര്യം പറയാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഞാനിത് വളരെ ഒരു ലിമിറ്റഡ് സ്പേസിൽ ഞാൻ വളരെ രഹസ്യമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലിയാണ് നിങ്ങൾക്കത് കാണണമെന്ന് അത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അതെ ഞങ്ങളിവിടെ കൊണ്ടുവന്നത് ഇപ്പൊ കണ്ടില്ല ഇപ്പൊ ഇവിടെ ചെറിയ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് അതെ ഇപ്പൊ ഫയർ എഞ്ചിൻ വന്നിട്ട ഇതെല്ലാം നമുക്ക് തൊട്ടടുത്ത് തന്നെ ആക്സസ് ഉണ്ട് നമ്മൾ അതിന്റേതായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ വളരെ ലിമിറ്റഡ് സ്പേസിൽ അതെ ഞങ്ങൾക്ക് ആംബുലൻസ് ഒക്കെ ഉണ്ട് നമുക്ക് എടാ ആംബുലൻസ് വിളിച്ചടാ അപ്പൊ ബിസിനസ് പരമായിട്ടുള്ള ചോദ്യം ചോദിക്കാനുണ്ടായിരുന്നു കാലിഫോർണിയയിലേക്കൊക്കെ അയക്കുന്നില്ലേ അതെ പിന്നെ അപ്പം അവിടുത്തെ കാലിഫോർണിയൻ കാഷ്യൂ ആയിട്ട് കോമ്പീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ കാഷ്യൂ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ സാർ വേൾഡ് വൈഡ് ഗ്രേഡ്സ് എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ കൊല്ലം കാഷ്യൂനട്ടിന്റെ അത്രയും ഗ്രേഡ് ക്വാളിറ്റി ഉള്ള കാഷ്യൂനട്ട്സ് ഇല്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പോ എല്ലാ സാധനങ്ങളും അമേരിക്കയിൽ നിന്നും പുറത്തുനിന്നും വരുന്ന സാധനങ്ങളാണ് നല്ലതെന്ന് വിശ്വസിക്കുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്ന ഏറ്റവും നല്ല സാധനങ്ങളാണ് സാർ പുറ രാജ്യങ്ങളിലെല്ലാം ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് വിൽക്കുന്നത് എക്സാമ്പിൾ സ്പൈസസ് കാഷ്യൂനട്ട്സ് എല്ലാത്തിന്റെയും അതെ നമ്മൾ തന്നെയാണ് അതിൽ മുമ്പിലുള്ളത് പോർച്ചുഗലിൽ നിന്നല്ലേ വരുന്നത് അല്ല നമ്മുടെ കാഷ്യൂനട്ട്സ് ഫുൾ കംപ്ലീറ്റ്ലി നമ്മൾ ഫ്രം കൊല്ലമാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ പുറത്തുനിന്നല്ല എടുക്കുന്നത് നമ്മൾ കൊല്ലത്തുള്ള സാധനങ്ങൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാറുള്ളൂ ഇമ്പോർട്ടിങ് നമുക്കില്ല
ഇങ്ങനെ സംസാരിക്കും. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ഉൽപ്പന്നം വിദേശത്തേക്ക് കയറി പോകുമ്പോൾ അതല്ലേ നമ്മൾക്ക് നല്ലത്. അതെ 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 ഞാൻ ചോദിക്കുന്ന മാർക്കറ്റ് കോമ്പറ്റീഷൻ എങ്ങനെയാണ് അവർ മീറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചായിരുന്നു സർ. എനിക്ക് തോന്നുന്നു വാസുവിന്റെ ഈ അഡ്വർടൈസ്മെന്റ് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷനിലെ ഒരു ഇതായിട്ട്. കാരണം ഈ ഒരു അഡ്വർടൈസ്മെന്റ് രീതിയിൽ തന്നെ മാർക്കറ്റിൽ നല്ല രീതിയിൽ ഇവര് കോമ്പീറ്റ് ചെയ്ത് നമ്മൾ കമ്പീറ്റ് ചെയ്യുന്നതാണ് അറിയണ്ടേ. ഞാൻ പറഞ്ഞുതരാം. സാറ് മനസ്സിലാക്കേണ്ട കാര്യം, ഈ കാഷ്യൂ ഈ പറഞ്ഞ കാലിഫോർണിയൻ കാഷ്യൂവിന് ഒരു ഫേസ് ഇല്ല. ആക്ച്വലി ഞങ്ങളുടെ കാഷ്യൂവിന്റെ ഫേസ് തന്നെ ഞങ്ങളുടെ വാസുവിനാണ്. ഇത്രയും തങ്കപ്പെട്ട മോന്ത കണ്ടിട്ട് ആർക്കെങ്കിലും വാങ്ങാതിരിക്കാൻ തോന്നുമോ കാഷ്യൂ? സാറിന് എടുക്കട്ടെ. അതിനർത്ഥം അണ്ടിയുടെ മുഖം ഞാനാണല്ലേ? അണ്ടി മുഖം വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കോസ്റ്റ് അഡ്വർടൈസ്മെന്റിലും മോഡൽസിലും ഉള്ള കോസ്റ്റ് കട്ട് ചെയ്തിട്ട് ആ കോസ്റ്റും കൂടെ ഞങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചറിലും അതുപോലെ ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു അറ്റ്മോസ്ഫിയറിനും വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. സോ അവർക്ക് ഇതുവരെ ഒരു ഫാക്ടറി കുറച്ചുകൂടി വലിപ്പമാകായിരുന്നു. ഇല്ല, ഞാൻ പറഞ്ഞില്ല, ഇത് ഭയങ്കര സ്മോൾ സ്കെയിലിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിന് വലിപ്പം കൂട്ടാനും ഇതും സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കേജിന്റെ അടുത്ത് ഇവിടെ വരാൻ പറഞ്ഞത്. സോ എനിക്കിതിന് ഇൻവെസ്റ്റ്മെന്റ് വേണം. സോ ഞാൻ എന്റെ പ്ലാൻ ക്ലിയർ കട്ട് ആയിട്ട് പറയാം കേജ്. എന്റെ പ്ലാൻ എന്താന്ന് വെച്ചാൽ ഈ സിറ്റിയിൽ എല്ലാവർക്കും നമ്മുടെ കാഷ്യൂനട്ടിന്റെ കാഷ്യൂനട്ട് അടങ്ങുന്ന ഫുഡ് സപ്ലൈ ചെയ്യാൻ എനിക്കൊരു പ്ലാൻ ഉണ്ട്. സോ എനിക്ക് ഫാക്ടറി വലുതാക്കണം, എംപ്ലോയീസിനെ എടുക്കണം, ഇൻവെസ്റ്റ്മെന്റ്സ് എനിക്ക് വളരെ അധികം ഉണ്ട്. ഇതിന് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഏകദേശം 700 കോടി രൂപയാണ്. 700 to 800 കോടി രൂപയാണ് പുതിയൊരു ഫാക്ടറി റീബിൽഡ് ചെയ്ത് ഇതൊരു ബ്രാൻഡായിട്ട് സിറ്റിയിൽ ഇറക്കി സിറ്റിയുടെ ആൾക്കാർക്ക് ഇത് കൺസ്യൂം ചെയ്യുമ്പോൾ ഫുഡ് കൂടുന്ന രീതിയിൽ ഇതാക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കാഷ്യൂനട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് അടങ്ങുന്ന ഒരു ഫുഡ്, അതിൽ ഫുഡും കൂടും വെള്ളം കൂടും എന്നുള്ള രീതിയിൽ ഒരു അണ്ടിക്കഞ്ഞിയും കൂടെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് രണ്ടുമൂന്ന് കാര്യങ്ങൾ സംസാരിച്ചു. മിസ്റ്റർ വാസു, നമ്മളിത് ഓക്കെയാണ്. പക്ഷെ നമ്മൾ ഫേസ് ചെയ്യുന്ന രണ്ടുമൂന്നല്ലേ, നിങ്ങളുടെ ഇവിടെ എല്ലാം ഉണ്ട് നിങ്ങൾക്ക്. അതായത് ഫയർ ടീം ഉണ്ട്, അല്ലെങ്കിൽ മെഡിക്കൽ ടീം ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവിടെ ഡോറ് പൊളിഞ്ഞു വീണിട്ട് ഒരു ഫയർ ടീം വരികയോ അല്ലെങ്കിൽ അതെന്താന്ന് അന്വേഷിക്കുക പോലും ചെയ്തിട്ടില്ല. ഇല്ല, ഞാൻ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലൊക്കെ ആശാരിനെ വിളിക്കുന്നത് ഡോറ് പൊളിഞ്ഞു വീണ. കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫയർ ടീം വരണമെന്നുള്ളതില്ലേ? അങ്ങനെയല്ല ഫയർ ആൻഡ് റെസ്ക്യൂ ആണല്ലോ വരേണ്ടത് ആദ്യം. അതെ, ആദ്യം ഒരു ഓഫീസിൽ ഒരു ആക്സിഡന്റ് പറ്റി കഴിഞ്ഞാൽ ആദ്യം എത്തേണ്ട ഫയർ ടീം അല്ലേ? ഞങ്ങൾ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയട്ടെ, നിങ്ങൾ പറയണത് പോലെ ഒരു വെൽ ഓർഗനൈസ്ഡ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എന്താ പറയാ, നിങ്ങൾ ഈ പറയണ ഒരു കുറ്റവും കുറവും ഇല്ലാത്ത ഒരു ഫാക്ടറിയാണ് ഇതെങ്കിൽ നിങ്ങളെ എനിക്ക് ഇവിടെ വിളിച്ചോണ്ട് നിർത്തേണ്ട ആവശ്യമുണ്ടോ? മനസ്സിലായി. ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോയേ ഉള്ളൂ. സെക്കൻഡ് തിങ് ഒരു കാര്യം കൂടെ ഉണ്ട്. ആക്ച്വലി ഓക്കെയാണ്, ബാക്കിയൊക്കെ ഓക്കെ. പക്ഷെ ഈ ഫാക്ടറി ഭയങ്കര കൺജസ്റ്റഡ് ആണ്. ഒരു ഇന്റർനാഷണൽ ബ്രാൻഡിന് പറ്റിയൊരു ഫേസ് ഇല്ല. അതാണ് സംശയം ചോദിച്ചോട്ടെ, അത് മിസ്റ്റർ എക്സിന്റെ ആരാധന പറഞ്ഞേ? ഇത് എന്റെ ഒരു ഫ്രണ്ടാണ്, ഫ്രണ്ടാണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. മിസ്റ്റർ പാർട്ണർ, അത് ഒരു കാര്യം പറയാം. അതായത് നമ്മൾ ഇവിടെ ഇത് നല്ല രീതിയിൽ വലിയ ഫാക്ടറി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മിസ്റ്റർ എക്സിന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യമുണ്ടോ? അതെ, നിങ്ങൾ ഇവിടെ വിളിച്ചോണ്ട് നമ്മൾ തന്നെ നിങ്ങൾ ഇത്രയും ഇന്റർനാഷണൽ ബ്രാൻഡ് എന്നുള്ള ഒരു ഫേസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അല്ലല്ല, ഈ ഇന്റർനാഷണൽ ബ്രാൻഡ് എന്നല്ല ഞങ്ങൾ പറയണത്. ഞങ്ങളുടെ പ്രോഡക്ട്സ് വിൽക്കുന്നത് ഇവിടെയല്ല. ഇവിടെ പ്രോഡക്ട്സ് വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നോക്കണത്. ഞങ്ങൾ ഇന്റർനാഷണലി ഇത് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതായതുകൊണ്ട് എക്സ്പോർട്ടിങ് തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടാണ്. അതായത് ഞങ്ങൾക്കുള്ള സൗകര്യത്തിൽ ഞങ്ങളിത് പുറത്തെ മാർക്കറ്റാണ് കൂടുതൽ നോക്കുന്നത്, അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് വെൽ സെറ്റിൽഡ് ഒരു വെയർ ഹൗസോ അല്ലെങ്കിൽ ഒരു ഫാക്ടറിയോ അല്ല ഞങ്ങളുടെ. ഇതിന്റെ അതായത് ഇത് നമുക്ക് കുറച്ചും കൂടി വിപുലീകരിച്ച് പണിയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫാക്ടറിയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ആക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റും ബാക്കിയുള്ള കാര്യങ്ങളും നോക്കുന്നത്. അതായത് നമ്മുടെ സിറ്റിസൺസിന് കൊടുക്കാൻ വേണ്ടി ഇപ്പൊ നമ്മുടെ കയ്യിലാണെങ്കിൽ റോ മെറ്റീരിയൽസ് ഒക്കെ ഭയങ്കര കുറവാണ്. അപ്പം ഇവിടെ സിറ്റിസൺസിന് വെക്കുവാണെങ്കിൽ നമുക്ക് വലിയ ലാഭം ഇപ്പൊ നമുക്ക് പറ്റത്തില്ല. നമ്മുടെ ഈ സ്റ്റേറ്റില് എക്സ്പോർട്ട് ചെയ്യുന്നതാണ് നമുക്ക് കുറച്ചുകൂടെ ലാഭം. അതുകൊണ്ടാണ് ഇപ്പൊ എക്സ്പോർട്ട് ചെയ്യുന്നത്. സിറ്റിസൺസ് ഇവിടെ ലഭ്യമാക്കാം. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എല്ലാ ബിസിനസ്സുകളും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ ഉണ്ട് കേസ്. നമ്മുടെ നാട്ടുകാർക്ക് എന്തുകൊണ്ട് നമുക്ക് എ ഗ്രേഡ് സാധനങ്ങൾ കൊടുക്കാൻ പറ്റുന്നില്ല? അതെ, അതൊരു ചോദ്യമാണ്.
അതിനുള്ള ഒരു ഉത്തരമാണ് നമുക്ക് ഇവിടെ ചെയ്യാൻ നമ്മൾ വാസുവൻ ഉദ്ദേശിക്കുന്നത് കേസ്. അതെ. അതായത് നമ്മുടെ നാട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ ഏറ്റവും ഹൈ ക്വാളിറ്റി സാധനം നമ്മുടെ നാട്ടുകാർക്ക് കൊടുക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. കാരണം ഇപ്പോഴത്തെ നമ്മുടെ ഒരു സ്റ്റേജിൽ നമുക്ക് അത് എക്സ്പോർട്ട് ചെയ്യാതെ നമുക്ക് അതിൽ ഒരു പ്രോഫിറ്റ് കിട്ടില്ല. നല്ലൊരു തീരുമാനമാണ് അത്. അതാണ് നമ്മുടെ എയിം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റർ എക്സിനെ കാണണം എന്ന് നമ്മൾ പറഞ്ഞത്. അല്ല മിസ്റ്റർ എ പി, അപ്പൊ നമ്മൾ ഇത്രയൊരു മണി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ബിസിനസ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? സിമ്പിൾ ആണ് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഫസ്റ്റ് സ്ട്രാറ്റജി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കറന്റ് നമ്മൾ ഈ പറയുന്ന കാഷ്യൂ നട്ട്സ് നമുക്ക് അക്വയർ ചെയ്യേണ്ടിയാണ് വരുന്നത്. അതായത് ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാംസിൽ നിന്ന് നമ്മൾ അക്വയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടേതായ സ്വന്തം സ്ഥലങ്ങൾ, അതായത് നമ്മുടേതായ സ്വന്തം ഫാമുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവിടെ കിട്ടുന്ന ഓരോ കാഷ്യൂവിൽ നിന്നും മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് എടുക്കാൻ സാധിക്കത്തുള്ളൂ. അതിന്റെ ഒരു ഫാം എന്ന് പറയുമ്പോൾ അതിലൊരു പ്രശ്നമുണ്ടല്ലോ. ഒരു ഫാമിലൊരു ഇതിപ്പോ നിങ്ങൾ ഫാമിംഗ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഒരു മിനിമം ഒരു 4 to 5 years എടുക്കില്ലേ അത് ക്യാഷ് ആയി വരാൻ? നമുക്ക് ഓൾറെഡി ഹൈബ്രിഡ് മരങ്ങൾ ഉള്ള കാലമാണിത്. അതുപോലെ തന്നെ നമ്മൾ അത് ഫ്യൂച്ചറിസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് അത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഓൾറെഡി സപ്ലൈസ് ഉണ്ട്. നമ്മൾ ഡയറക്റ്റ് പോയി കളക്ട് ചെയ്ത് നമ്മൾ അവിടുന്ന് വാങ്ങിച്ചുകൊണ്ടാണ് വരുന്നത്. സോ ഈ ഫാം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് നോക്കുന്നത്. അത് മാത്രമല്ല, വാസുവിന്റെ ഐഡിയ ഇല്ലായിരുന്നു വാസുവിനെ ഹൈബ്രിഡ് മരങ്ങൾ. അതെ, നമ്മുടെ ഹൈബ്രിഡ് മരമല്ല സാർ, കാലം കുറയാ ഇതിന്റെ പുറകില്. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ എല്ലാ വശങ്ങളും അറിയാം. അതുകൊണ്ടാണ് പറയണത്. സോ ഈ മാർക്കറ്റ് വൈഡാണ്. അതുപോലെ തന്നെ നമുക്ക് ഇത്രയും ക്വാളിറ്റി ഉള്ളൊരു സാധനം നമ്മുടെ നാട്ടിൽ സ്വർണം പോലെ വിരിയുമ്പോഴേ ബാക്കിയുള്ളിടത്ത് പോയി നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പറയുന്നതാണ് വില. നാളെ ഇതിന്റെ എന്താണ് ഇതിന്റെ ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത്? മീൻസ് ലൈക്ക് നാച്ചുറൽ ആയിട്ടുള്ള അത് മെയിൻ ഉള്ള ഒന്നാമത്തെ കാര്യം. അതെനിക്ക് റിവീൽ ചെയ്യണമെങ്കിൽ മിസ്റ്റർ എക്സ് എന്നോട് എസ് പറയണം. വെയിറ്റ് ചെയ്യാം, 2-3 കാര്യങ്ങളോട് ചോദിച്ചിട്ട് നമുക്ക് ചെയ്യാം. അല്ല അപ്പൊ ഓക്കെ, ബിസിനസ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഓക്കെ. നിങ്ങൾ സ്ട്രക്ചർ വൈസ് എന്തെങ്കിലും ചേഞ്ചസ് ഉദ്ദേശിക്കുന്നുണ്ടോ നമ്മൾ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ? ഉണ്ട് മിസ്റ്റർ പാർട്ണർ. ആക്ച്വലി നമ്മൾ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങിയില്ല. അതിന് മുന്നേ താങ്കൾ ഇടയ്ക്ക് കയറി വീണ് കഴിഞ്ഞു. മെയിൻ ആയിട്ട് ഒന്നാമത്തെ കാര്യം പറഞ്ഞു തീർത്തിട്ടില്ല. മെയിൻ കാര്യം ഒരു കാര്യം പറയാം. നിങ്ങൾ ഈ ഫുഡ് പ്രോഡക്ട്സ് മാത്രമാണ് ഇതിൽ നിന്ന് നമുക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കരുത്. സോ ഫെനി എന്ന് കേട്ടിട്ടുണ്ടോ? സോ കാഷ്യൂനട്ടിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലിക്കർ കൂടിയാണത്. സോ ഈ ലിക്കറിന്റെ സപ്ലൈ കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ഉണ്ട്. ഓൾ ഓവർ ദ സിറ്റി. ഇതുവരെ നമ്മളിത് വെളിയിൽ കൊടുത്തു തുടങ്ങിയിട്ടില്ല, പക്ഷേ ഇത് കൊടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. നമ്മളിത് ഓൾറെഡി ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയ കാര്യമാണ്. സോ ഈ ഒരു ഫാക്ടറി നമ്മൾ കുറച്ചുകൂടി വിപുലീകരിച്ച് പണിയാണെങ്കിൽ, നിങ്ങളുടെ സൈഡിൽ നിന്ന് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് കിട്ടുവാണെങ്കിൽ, നമുക്ക് ആൽക്കഹോൾ സൈഡിലും ഈ പറയുന്നത് ഒരു കാര്യത്തിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും. അല്ല, നമുക്ക് അതിന്റെ ഒരു ക്വാളിറ്റി ചെക്കിങ് സാധ്യമാണ്. ഞാൻ ചെക്ക് ചെയ്തോളാം. പിന്നെ അതിനൊക്കെ നമ്മൾ വേണം കേജിനെ തന്നെ അവിടെ നിർത്താൻ റെഡിയാണ്. അതല്ല, നമുക്കൊരു സാമ്പിൾ ബോട്ടിൽ അങ്ങനെ സാമ്പിൾ ബോട്ടില് ഒരു സെക്കൻഡ്. നമ്മുടെ മാനേജർ അമ്പത്തൂർ വീട്ടിലെങ്ങാനും ആ നമ്പർ എടുത്ത് വാറ്റുകോക്കിന്റെ കറക്കി വിളി. പയ്യനെ വിളിക്കേണ്ടി വരും മിക്കവാറും. അമ്പത്തൂർ വന്നോ? എന്തായാലും നമുക്ക് അതിന്റെ കാര്യം കൂടി നോക്കാം. സോ ഞങ്ങക്ക് ഈ പറയണത് ഞാൻ പറഞ്ഞില്ലേ, അതായത് നമ്മുടെ ഫുഡ് നമ്മുടെ സിറ്റിയിലുള്ള ആൾക്കാർ കഴിക്കുക, അതുവഴി അവരുടെ ഫുഡും ഇതും കൂടുക, അതിൻ്റെ കൂടെ തന്നെ ഫുഡും വെള്ളവും കൂടുന്ന ഒരു സാധനമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലത്തെ ഒരു ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കറൻ്റ്ലി ഇപ്പം നമ്മുടെ സിറ്റിയിൽ ബർഗർ ഷോപ്പ് ഉണ്ട്, ആൾക്കാരുണ്ട്. അവരാണ് ഇപ്പം കറൻ്റ്ലി നമ്മുടെ സിറ്റിയിൽ ഫുഡ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണേ. സോ അവർക്കൊരു ഇപ്പോൾ കോമ്പറ്റീഷൻ ഇല്ല സിറ്റിയിൽ. അവർ ഏകപക്ഷീയമായിട്ടാണ് ഇപ്പം സത്യം പറഞ്ഞ ഈ മാർക്കറ്റ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അവിടേക്ക് ഒരു കോമ്പറ്റീഷൻ കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യം, ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യം ആരെയും ബാധിക്കുന്ന കാര്യമല്ല. സോ ഇത് എനിക്ക് നന്നായിട്ട് കൊടുക്കാമെന്ന് തോന്നുന്നു, നമുക്ക് ചെയ്യാമെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ആലോചിച്ചിട്ട് എന്താന്ന് വെച്ചാൽ നമ്മളെ അവർക്ക് പറയാം. നമ്മുടെ സൈഡിൽ നിന്ന് ഇത്രയും അപ്പൊ പറഞ്ഞോ. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതായത് ഇപ്പോൾ ഇതാണ് നമ്മുടെ ആംബുലൻസ് കേട്ടോ, നമ്മുടെ കമ്പനിയുടെ ഒഫീഷ്യൽ. അപ്പം കേസ് ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മെയിൻ. അതായത് നമ്മളൊരു കാഷ്യൂ നട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസ് വരും അല്ലേ? എന്തിനാ അതിന്റെ ഫ്രൂട്ട് വേസ്റ്റ് ആയിട്ടായിരിക്കും പോകുന്നത്.
പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ മെയിൻ പ്ലാൻ എന്താന്ന് പറഞ്ഞാൽ വാസുവിന്റെ ഐഡിയയിൽ തോന്നുന്ന ഒരു പ്ലാനാണ്. അതായത് അതിന്റെ ഫ്രൂട്ട് കൊണ്ട് ഒരു സെപ്പറേറ്റ് ഒരു ബിസിനസ്, അതിന്റെ കാഷ്യൂന്റെ തോടില്ലേ, ആ തോട് കൊണ്ട് വരെ നമ്മൾ ബിസിനസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തിന്? ഇപ്പൊ ഈ മരങ്ങൾ വെട്ടിമുറിച്ച് പലതും ചാർക്കോളായിട്ട് ഉപയോഗിക്കുന്നില്ലേ, അതെല്ലാം നമുക്ക് മാറ്റിയിട്ട് എന്തുകൊണ്ട് ഈ കാഷ്യൂനട്ടിന്റെ മറ്റേ തോട് ഉപയോഗിച്ചിട്ട് ഒരു ചാർക്കോൾ ഉണ്ടാക്കിക്കൂടാ? നല്ലൊരു ഐഡിയ ആണ്. അതെ, നമുക്ക് ഈ മരങ്ങൾ വെട്ടിമുറിക്കുന്നതൊക്കെ നമുക്ക് നിർത്താൻ സാധിക്കും. അതെ തീർച്ചയായും. അതുപോലെ അങ്ങനെ ഒരുപാട് ഐഡിയാസ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മളൊരു വാസവന്റെ ഒരു ക്ലിനിക്കിൽ കണ്ടുപിടിച്ചൊരു സംഭവമുണ്ട്. അതായത് ഈ പറങ്കാപ്പഴത്തിൽ നിന്നും കറയില്ലാതെ എങ്ങനെ ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്യാം, ആ ടെക്നോളജി വരെ നമ്മുടെ പേറ്റന്റ് ആയിട്ട് ഇരിപ്പുണ്ട്. പക്ഷെ നമ്മളത് ആർക്കും കൊടുത്തിട്ടില്ലത്. ആ ടെക്നോളജി കണ്ടുപിടിച്ചപ്പോൾ തന്നെ വാസവൻ അത് പേറ്റന്റഡ് ആക്കിയത്. എങ്ങനെ മോളെ ഇത്രയും കാര്യമായിട്ട് അത് ആലോചിക്കണ്ടല്ലോ, നമുക്ക് ആ പഴം എടുത്ത് പിഴിഞ്ഞെടുത്താ പോരെ, അതില് കറ വരില്ലല്ലോ, പഴുത്ത പഴം. എടാ ഒരു 50 പഴം കുട്ടി പറങ്കാപ്പഴം ജ്യൂസ് കുടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു, അതിന്റെ കുഴപ്പമാ. മാറ്റി അതെ അതെ ആംബുലൻസ് നമ്മുടെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ കേസ്. നമ്മുടെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ കേസ്. നമ്മളൊരു ഫ്രൂട്ടിൽ നിന്ന് 0 വേസ്റ്റേജില് മാക്സിമം ഔട്ട്പുട്ട്, അതാണ് നമ്മുടെ ഐഡിയ. അതെ, ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് നമുക്ക് ശരിക്കും ആവശ്യം. ഫ്രൂട്ടിന്റെ തൊലിയിൽ അറൗണ്ട് ഇൻവെസ്റ്റ് മണി എത്രയാണെന്ന് പറഞ്ഞത് നിങ്ങളുടെ ടോട്ടൽ ഫണ്ടിങ്? 800 CR. അല്ലല്ല, ഞാൻ പറയട്ടെ, 700 CR ആണ് ഞങ്ങൾക്ക് ഇപ്പൊ ലാക്ക് ചെയ്യണം. ഞങ്ങൾ 100 CR ഓൾറെഡി നമ്മള് കമ്പനി ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് 100 CR ഞങ്ങളുടെ ഓൾറെഡി ഉണ്ട്. ടോട്ടൽ ഇതിന്റെ ചെലവാണ് ഞാൻ പറഞ്ഞത് 800 CR. 700 CR ഇനി ഞങ്ങൾക്ക് റൈസ് ചെയ്യേണ്ട ഫണ്ടാണ്. റൈസ് ചെയ്യണം. ഓക്കെ മനസ്സിലായി. ഷാജി ഒരു മിനിറ്റ്. ബ്ലാക്കും വരും സംസാരിക്കട്ടെ ബാബാ. ഒപ്പിടാൻ ബുദ്ധിമുട്ടുണ്ടോ അവന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടോ ഒപ്പിടാൻ? എന്താ പറഞ്ഞേ വാസവനെ? ഇവർക്ക് അറിയത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. മറ്റേ പറകാപ്പഴം മറ്റേ തോർത്തിന്റെ അകത്തിട്ട് പിഴിഞ്ഞ് കഴിഞ്ഞാൽ കറ കാണത്തില്ലെന്നുള്ള കാര്യം. അത് പേറ്റന്റ് ആക്കണം കേട്ടോ, പണിവാളും. ഒരുത്തരും ഇനി പറകാപ്പഴം തോർത്തിട്ട് പിഴിയരുത്. നിങ്ങൾക്ക് ഡ്യൂട്ടി ടൈം കഴിഞ്ഞോ? റസ്സിന് പോകണോ? ഓ വാഷ്റൂമിൽ പോകണം. ഓക്കെ പോയിട്ട് കുഴപ്പമില്ല. ജസ്റ്റ് ചോദിച്ചോളൂ, പേടിക്കണം. രാവിലെ കൂട്ടിടും, രാത്രി കറങ്ങും. കള്ളനാ ചോദിച്ചപ്പോ പൂക്കാലം തന്നല്ലോടാ കുണ്ണേ. പിന്നെ ഒരു സ്പെഷ്യൽ കോട്ടസി ഉണ്ട്. ആ ഫ്ലൈറ്റ് ഓടിച്ചത് ഫ്ലൈറ്റ് എഞ്ചിനീയർ ആശായിരുന്നു. വിദഗ്ധമായ ഫ്ലൈറ്റ് ഓടിച്ചത് ആള് തീർന്നു. വളച്ചൊടിച്ച് പോയതുണ്ടായിരുന്ന നല്ലപോലെ മാറ്റുന്ന ഒരുത്തിനെ കണ്ടുപിടിച്ചോണ്ട് പോവാ. 4 കുപ്പി കമത്താം. അപ്പൊ ഇവരൊരു പെർട്ടിക്കുലർ എമൗണ്ട് തരാൻ റെഡിയാണെന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ ഇത് അവർക്ക് കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഗ്രൈൻഡ് ചെയ്ത് ഞാൻ ഇത് ഇറക്കും സിറ്റിയില്. അത്രേ ഉള്ളു. അല്ലാതെ ഞാൻ പറയുന്നത് എന്തോന്നറിയാമോ, ഇവരോട് നമുക്ക് അണ്ടി ഫാക്ടറിക്ക് വേണ്ടി മാത്രം ഇൻവെസ്റ്റ്മെന്റ് വാങ്ങാം. ഞാൻ പറയുവാണെങ്കിൽ നമ്മുടെ ഫുഡ് ബിസിനസ് ബാക്കിയുള്ള ബിസിനസ്സുകളെല്ലാം നമുക്ക് സെപ്പറേറ്റ് തുടങ്ങുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഇവന്മാര് വന്ന് ചൊറയാക്കും. ആ ക്വാളിറ്റി ഈ ക്വാളിറ്റി ഗ്ലൗസ് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോകും നമ്മൾ? ഇതിനൊക്കെ സാനിറ്റൈസർ ഒഴിക്കണോന്ന് അടുത്ത് പറഞ്ഞത്. അവന്റെ അണ്ണാക്കിലോട്ട് കവർത്തിട്ടായിരുന്നു സാനിറ്റൈസർ. ഏതൊരു പാർട്ണർ മറ്റ തെറി വരുന്നതായി. അതാരാടാ? സെറ്റ്. അപ്പൊ ഇറങ്ങൂലെന്ന് പറഞ്ഞപ്പോ ഗൈസ് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ ടിവിയുടെ മീറ്റപ്പ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നതിന് ശേഷം ഇവരിന്ന് എഗ്രി പറഞ്ഞില്ലെങ്കിൽ ഞാൻ ലൈവ് ഓഫ് ചെയ്യാതെ ഇവിടെ ഇരുന്ന് 24/7 ഗ്രൈൻഡ് ചെയ്ത് എന്ന് 700 കോടി ആവുന്ന അന്നേ ലൈവ് നിർത്തുള്ളൂ. ലൈവ് ഇരുന്ന് പറയണം. പോയിട്ടുണ്ട് കേട്ടോ. മിക്കവാറും ഇൻവെസ്റ്റ്മെന്റ് എല്ലാം കുളമാവേ. ഇവിടെ നല്ല കാര്യം ഇപ്പൊ അപ്പുറത്ത് പറഞ്ഞിപ്പോ അവളെ ഇതിന്റെ ഇടയ്ക്ക് കേറി വന്നേക്കണ കേട്ടാ. സത്യം കൊളവാക്കുന്നു നോക്കണേ.
ഞാൻ പെടലേക്ക് ഒരു അടി കൊടുത്തങ്ങ് അവിടെ ഉറക്കാൻ കിടത്താണ്. ഒരു വാക്ക് പറഞ്ഞാൽ ഡിസ്കസ് ചെയ്യില്ല, അവർ ഡിസ്കസ് ചെയ്യില്ല, അവർ ഡിസ്കസ് ചെയ്യട്ടെ. നമ്മളെ അണ്ടി കച്ചവടക്കാരൻ വന്നല്ലോ, അണ്ടി മേടിക്കാൻ ഒരാൾ വന്നിരിക്കുന്നു അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിൽ കാറൊക്കെ ആയിട്ട്. ഹലോ വണ്ടി പഠിക്കാൻ വന്നേണോ? അണ്ടി മേടിക്കാൻ വന്നാണോ ബ്രോ? ആണോ ഞാൻ കോട്ടിട്ടപ്പോ മിസ്ട്രക്ഷന്റെ കോട്ടിട്ടു. ബ്രോ എന്ത് പറ്റി ഇവിടെ അണ്ടി മേടിക്കാൻ വന്നാണോ? നീ കറക്റ്റ് അവരുടെ ഡ്രസ്സിലെ കോസ്റ്റ്യൂമിലാ നീ അവരുടെ അടുത്ത് വന്നാണോ ഞാൻ വിചാരിച്ചു ആദ്യം. ഞാൻ ഇങ്ങനെ പറന്ന് കിടക്കുന്നേന് അണ്ടി മേടിക്കാൻ വന്നാണോ? അതുകൊണ്ട് മാത്രല്ല ഞാൻ ഇത് സെറ്റ് ആക്കാൻ വേണ്ടിട്ടല്ല. അപ്പൊ നമ്മുടെ ഗ്യാങ്ങിനകത്തുള്ള മെമ്പേഴ്സ് ആയിട്ടുള്ള കുറച്ച് ഇന്ററാക്ഷൻ ഒക്കെ എനിക്കൊന്ന് കൂട്ടണം. അപ്പൊ കുറച്ച് ദിവസം ഗ്രൈൻഡ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ തത്സമയം അല്ലെങ്കിലും ഇവരുടെ തത്സമയത്തിലാണ്. ഇപ്പൊ ഞാൻ എൻഡ് ചെയ്താ നമ്മുടെ കൂട്ടത്തിൽ ഗ്രൈൻഡ് ചെയ്യണ ആരെങ്കിലും ഒരാളെ കൊണ്ട് ഞാൻ തത്സമയം ഇടിക്കും. മനസ്സിലായ? ഇപ്പൊ ഞാൻ തത്സമയം എൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാളെ കൊണ്ട് ലൈവ് ഇടിപ്പിച്ചിട്ട് ഞാൻ അവരുടെ കൂടെ ഉണ്ടാവും. അതാണ് നല്ലത്. ഫുൾ ടൈം ലൈവ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇവന്മാരെ ലൈവ് ഇടുന്നതല്ലേ. ചോദിച്ചപ്പോഴത്തേക്കേ ഇനി അവൻ അവന്റെ ദിവസമല്ലടാ, നമ്മള് നാളെ വരട്ടെ. അവരവരുടെ ഡിസിഷൻ പറയട്ടെ, നോക്കാം. അതൊരു പണിയാ. വാസവണ്ണ ആ കൺമണിയെ പിടിച്ചിരുത്തി മിസ്റ്റർക്ക് സംസാരിക്കുന്നു. ഞാൻ നമ്പല്ലേ ഒരു മിനിറ്റ് കൺമണി ഒന്ന് തിരക്കാണോ? കൺമണി തിരക്കാണോ? ഒരു കാര്യം അയ്യോ അല്ല, എന്റെ അക്കൗണ്ട്സിന്റെ ഡീറ്റെയിൽസ് ഒന്നും എടുക്കാൻ വേണ്ടി ഞങ്ങളത് തന്നെ കുറച്ച് കാര്യങ്ങളെ ചോദിച്ചിട്ട് ഇപ്പൊ വിടാം. അതെ അതെ കേസ് അതല്ല കേസ്. ഇപ്പൊ കൺമണി വന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വലിയൊരു ലോഡ് പോയി കഴിഞ്ഞാൽ വലിയൊരു നഷ്ടത്തിലേക്ക് ഞങ്ങൾ പോകും. തരാ കൺമണി. കൺമണി വരും. വാ 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 കൺമണി. ഒത്തിരി പിടിക്കണോ? അപ്പൊ ഒന്ന് വരുമോ? അപ്പൊ കൺമണി ഒന്ന് വരുമോ? കൺമണി ഒന്ന് വരുമോ? തിരിച്ചു കൊടുക്കേണ്ട സാധനം. എന്താ കൺമണി നിന്റെ പ്രശ്നം? അയ്യോ ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ ചോദിച്ചു നോക്കി ആ ലൂണയ്ക്ക് ഞാൻ ഒരു ഫോട്ടോ മാത്രമേ ഇപ്പൊ അയച്ചു കൊടുത്തോളൂ. ഏത് ഫോട്ടോ? ഗാന്ധിജി നമ്മുടെ വാസുവിന്റെ അണ്ടി കഴിക്കുന്നേ. അവരെന്റെ അടുത്ത് നമ്മുടെ കമ്പനിയെ കുറിച്ച് ചോദിക്കുമായിരുന്നു. ഞാൻ നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വാസുണ്ണ ഇവിടെ ഒന്ന് ഒപ്പിട്ടെ. ഇതിൽ ഗാന്ധിജി കഴിച്ചോ വാസുവിന്റെ അണ്ടി? ആ പിന്നെ കഴിച്ചു. സത്യാഗ്രഹം കഴിഞ്ഞിട്ട് അതല്ലേ കഴിച്ചോണ്ടിരുന്നത്. നമ്മുടെ മെന്നിയണ്ണന്റെ കോണ്ടാക്ടിൽ വന്നതാണ്. വേറെ ആരെങ്കിലും ഫോട്ടോ കയ്യില്? ആരുടെ കയ്യിലുള്ള? പണ്ട് കാർലോയൊക്കെ വന്ന് എന്റെ കൂടെ ഇരുന്ന് കഴിച്ച ഫോട്ടോസ് ഉൾപ്പെടെ ഉണ്ട്. ഞാൻ അയച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് നിങ്ങൾ വന്ന് ഇടയ്ക്ക് കയറിയ. ക്വാളിറ്റി അല്ലേ ബോസ്? വേറെയുള്ള ആൾക്കാര് പോലും നമ്മുടെ ക്വാളിറ്റി ഉള്ള അണ്ടി കഴിക്കാനായിട്ട്. കൺമണി ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ബിസിനസ് പ്രപ്പോസൽ വന്നത്. എനിക്ക് മനസ്സിലാക്കണം. പാസ്വേഡിന് ദോഷം ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഞാൻ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? കൺമണി ഇത് അവരുടെ കയ്യിൽ നിന്ന് ഡീല് റെഡിയായാൽ കൺമണിയുടെ എമൗണ്ട് ഞാൻ സെറ്റിൽ ചെയ്തിരിക്കും, ഉറപ്പാണ്. അറിയാലോ, എനിക്കറിയാം, അതൊക്കെ എനിക്കറിയാം. ഒപ്പിട്ടെ, ഞാനിപ്പോ സെറ്റാക്കി തരാനേ. ഒപ്പിട്. ഞാനെന്താ സാക്ഷി ഒപ്പിടുന്നത്? എന്തെങ്കിലും വിഷമമുണ്ടോ? വിഷമൊന്നുമില്ല. വാസവന്റെ മനസ്സിൽ പറയുമായിരുന്നു കൺമണിനെ ഡെയിലി ഇങ്ങനെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ള മിസ്സിംഗ് ആണ് അത്. മനസ്സിലായത്? കണ്ടില്ലേ കണ്ണീര് കണ്ടില്ലേ? എന്തിന്? ആർക്ക്? അങ്ങനല്ല കൺമണി ഞാൻ പറഞ്ഞേ.
മോളെ മിസ്സാവും എന്നാ ഉദ്ദേശിച്ചത്, മനസ്സിലായോ? അത്രേ ഉള്ളൂ. അപ്പൊ ആ അതെ അതെ, മോളെ ഇവിടെ കണ്ടില്ലെങ്കിൽ മിസ്സാവും എന്നാ പറഞ്ഞേ അല്ലേ? 100 കോടി 1000. പിന്നെ കൺമണിക്ക് എത്ര കോടിയാ കിട്ടാനുള്ളത്? എത്ര കറക്റ്റ് കണക്ക് പറ കൺമണി. ലീഗലി ഇതുവരെ മാറ്റിയിട്ടില്ല. അപ്പം കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ 15-16 വർഷത്തെ കൺമണി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, 5-6 വർഷത്തെ സമയത്തേ ഇല്ല. കൺമണി ഒരു എമൗണ്ട് പറ. അതെ, ഒറ്റ എമൗണ്ട്, ഒറ്റ ചെക്ക്. കണക്കൂട്ടാൻ സമയം എടുക്കും. കണക്കൂട്ടാൻ സമയം എടുക്കും. ഓക്കെ, കൺമണി കണക്ക് കൂട്ടിയിട്ട് കണക്കുകളുടെ ബന്ധമാണ് കണക്ക് കൂട്ടിയിട്ട് പറ, നമുക്ക് സെറ്റിൽ ചെയ്യാം. അതെ, കൺമണിക്ക് ഡിവോഴ്സ് കൊടുക്കാൻ എത്ര കോടി രൂപ? ഡിവോഴ്സ്? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. സോറി, ഡിവോഴ്സ് അല്ല, തെറ്റിപ്പോയി. എന്തുവരുന്നത് കിട്ടാനുള്ളേ? എന്തുവരുന്നത് കൊടുക്കാനുള്ള കൺമണി വാസുവിന്? ഒന്നും കൊടുക്കാനില്ല. എനിക്ക് സാലറി തരാനുണ്ടായിരുന്നു. സാലറി ആയിരുന്നു കൊടുക്കാനുണ്ടായിരുന്നേ? അതെ. പിന്നെ അപ്പാപ്പ എന്തോ വിചാരിച്ചു ഇത്ര നാള്? ഒന്നുമില്ല വാസുവിന്. കൺമണിക്ക് എത്ര സാലറി കിട്ടാറുണ്ട്? എനിക്ക് കുറച്ചധികം സാലറി കിട്ടാനുണ്ട്. എത്ര ഉണ്ടെന്ന് പറഞ്ഞോ? കൂട്ടി പറഞ്ഞോ? മാസം 50 ലക്ഷം വെച്ച് ഒരു 5-6 വർഷം ആവുമ്പോ എത്ര രൂപയാവും? വാസുവിന് നോക്കുകൂലിയൊക്കെ തുടങ്ങി ഇപ്പം. 5-6 വർഷം പണി കണക്ക് പറയാനാണെങ്കിൽ എന്തുവാ കൺമണി തമാശ? 9 കൺമണി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, 2 കൊല്ലത്തെ ഫുൾ പേയ്മെന്റ് ഓക്കെ ആണോ? ബാക്കി എന്റെ 3 വർഷവും. കൺമണിയുടെ 3 വർഷം ഇനി ഞങ്ങൾ 3 വർഷത്തെ എഗ്രിമെന്റ് വരാം. ഓക്കെ ആണോ? ഒരു മിനിറ്റ് കൺമണി.